പക്ഷേ ശ്രീജിത്ത്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കെ ഇസ്മയിലിനെതിരായ നടപടികൾ വിശദീകരണം ചോദിക്കൽ ഇത് ആദ്യമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പി രാജു ഒരു സാമ്പത്തിക വിഷയത്തിൽ ആരോപണ വിധേയനാകുന്നു, പിന്നീട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറയുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു, സേഫ് CPI ഫോറത്തെ അനുകൂലിക്കുന്നു. അപ്പോൾ പാർട്ടിയിൽ ഒരു തരത്തിലുമുള്ള തിരുത്തലുകൾ അത് പൊതുവായി പറയണ്ട എന്നൊരു തീരുമാനം, ഒരു സന്ദേശമാണല്ലോ ഈ നൽകുന്നത്. പക്ഷെ അത്തരത്തിലൊരു സന്ദേശം നൽകുമ്പോഴും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരം കെ ഇസ്മായിലിനെ അനുകൂലിക്കുന്നവരും നിരവധി ഉണ്ടാകുമല്ലോ പാർട്ടിയിൽ. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന പടലപ്പിണക്കങ്ങളൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിയെ ബാധിക്കാൻ ഒരു തീർച്ചയായും CPIയുടെ നേതൃസമിതികളിൽ നിന്ന് പുറത്തുപോയെങ്കിലും കെ ഇസ്മയിലിന് CPIയുടെ സംസ്ഥാന ഘടകത്തിൽ നിർണായക സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും കേരളത്തിലെ അങ്ങോളമുള്ള എല്ലാ CPI ഘടകങ്ങളിലെ നേതാക്കന്മാരുമായും രണ്ടാം നിര നേതാക്കന്മാരുമായും നല്ല നിലയ്ക്കുള്ള ആശയവിനിമയമുണ്ട്. അവരെ പേരെടുത്ത് വിളിക്കാവുന്ന തരത്തിലുള്ള സ്വാധീനവുമുണ്ട്. എന്നാൽ ഇസ്മയിലുമായി ബന്ധപ്പെട്ട ഈ നടപടി പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ്, അതായത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും വിമത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ല, മുഖം നോക്കാൻ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം ഇതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റേത് ഒരു ദുർബലമായ ശബ്ദമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും CPIക്കകത്തുണ്ട്. കാരണം പാലക്കാട്ടെ വിമത ശബ്ദവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പാലക്കാട്ടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സഖാവ് കുഞ്ഞിരാമൻ്റെ കുടുംബം അടക്കമുള്ള ആളുകളാണ് അവിടെ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ ശബ്ദം ഉയർത്തി നിൽക്കുന്നത്. അവർക്ക് അനുകൂലമായി സംസാരിച്ചു എന്നതായിരുന്നു ഇസ്മയിലിനെതിരെ ആദ്യമായി നടപടിക്ക് നീങ്ങാൻ ഉള്ള കാരണം. എന്നാൽ ആ നടപടി ദേശീയ നേതൃത്വം ഇടപെട്ട് തടഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ വിഷയത്തിൽ പി രാജുവിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ ഇസ്മയിലിൻ്റെ പ്രതികരണം പാർട്ടിക്ക് CPIക്ക് വലിയ തോതിൽ ആഘാതമുണ്ടാക്കി, ചീത്തപ്പേരുണ്ടാക്കി. മാത്രമല്ല ഈ പി രാജുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെക്കാൻ ബന്ധുക്കൾ തയ്യാറാകാതിരുന്നതിനെ അവരെ പിന്തുണയ്ക്കുന്ന സമീപനം കൂടി, അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ ശരിവെക്കുന്ന സമീപനം കൂടിയാണ് ഇസ്മയിലിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അതാണ് CPIക്ക് ഏറ്റവും വലിയ ആഘാതമായി മാറിയത്. അതുകൊണ്ടാണ് ഇത്ര കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. ശ്രീജിത്ത്, ഈ ഒരല്പം ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ പുറയിലേക്കൊന്ന് പോയാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ASSFിലൂടെ തന്നെ വന്നയാളാണ്. അതിനുശേഷം 2 വർഷം അദ്ദേഹം ആർമിയിലുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്നുള്ളത് കൊണ്ടാണ് ആർമിയിൽ നിന്ന് പുറത്തു വന്നത്. അതിനുശേഷം അങ്ങനെ ഉടനീളം അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനിടയിലുള്ള ചില സൗന്ദര്യ പിണക്കങ്ങൾ, ചില പ്രശ്നങ്ങൾ, അതേ തുടർന്ന് അദ്ദേഹം പൊതു പരിപാടികളിൽ നിന്ന് മാറി നിന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും സജീവമാകുന്നു. ഇത് എങ്ങനെയൊക്കെ ആയാലും പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെ ചട്ടക്കൂടുകൾ അത് ലംഘിച്ചാൽ, പാർട്ടിയുടെ ചില നയങ്ങൾ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലംഘനം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള കർശനമായ നടപടി അതുതന്നെയാണ് വീണ്ടും വീണ്ടും പാർട്ടി ഈ സസ്പെൻഷനിലൂടെ, ഈ കർശന നടപടിയിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലേ സ്മിത സൂചിപ്പിച്ച പോലെ കെ ഇസ്മയിലിന് പതിറ്റാണ്ടുകളിലെ പ്രവർത്തന പാരമ്പര്യമാണ് CPIക്കകത്തുള്ളത്. പാർട്ടി പിളർന്ന ശേഷമാണ് CPIയുടെ നേതൃത്വത്തിലേക്ക് കെ ഇസ്മയിലിന് കടന്നുവരവ്. അദ്ദേഹം ആർമിയിലെ ഒരു സൈനികനായിരുന്നു. അതിനുശേഷം പിന്നീട് പാർട്ടിയിൽ സജീവമായി. അദ്ദേഹം നിരവധി തവണ പട്ടാമ്പി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 96-2001 കാലത്ത് EK നായനാർ സർക്കാരിൽ റവന്യൂ മന്ത്രിയായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അന്ന് ചന്ദ്രശേഖരൻ നായരെ പോലുള്ള സുപ്രധാനപ്പെട്ട നേതാക്കൾ, മികച്ച പ്രതിച്ഛായുള്ള നേതാക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും അന്ന് വെളിയം ഭാർഗവൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കെ ഇസ്മയിലിനെയാണ് നിയമസഭാ കക്ഷി നേതാവായി നിശ്ചയിച്ചത്. ഈ ചന്ദ്രശേഖരനാരെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ തടഞ്ഞ്. അപ്പോൾ അത്രയ്ക്ക് വലിയ സ്വാധീനം CPIക്കകത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല 2009 വെളിയം ഭാർഗവൻ 2010 CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെളിയം ഭാർഗവൻ ഒഴിയുന്നതുവരെ CPIക്കകത്തെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായിരുന്നു കെ ഇസ്മയിൽ. അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ പോലും ഒരു സെക്രട്ടറിയുടെ എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചിരുന്ന, അധികാരങ്ങളും കൈയാളിയിരുന്ന നേതാവായിരുന്നു കെ ഇസ്മയിൽ. അങ്ങനെ ഒരു നേതാവാണ് പിന്നെ വെളിയം ഭാർഗവൻ്റെ ഈ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള മാറ്റത്തോടുകൂടി അധികാരം ശോഷിച്ച് വന്നത്. CK ചന്ദ്രപ്പൻ വന്നതോടുകൂടി പ്രത്യേകിച്ചും ഇസ്മയിലിനെതിരായിട്ടുള്ള ഒരു ആളുകൾക്ക് മുൻതൂക്കം ലഭിച്ചു. കാലം വന്നതോടെ ഇസ്മയിലിനെ പൂർണ്ണമായും അപ്രസക്തരാക്കുന്ന നടപടികളിലേക്ക് പോയി. ഇസ്മയിലിനോടൊപ്പം നിൽക്കുന്നവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ അവരെ പാർട്ടിയുടെ നേതൃസമിതികളിൽ നിന്ന് തഴയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പാർട്ടിയിലെ യുവജനങ്ങളിലടക്കം വലിയ സ്വാധീനം ഇസ്മയിലിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിയുടെ നേതൃസമിതികളിൽ നിന്ന് പുറത്തായ ശേഷം പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ നടത്തിയ പ്രതികരണങ്ങളാണ് ഇസ്മയിലിന് വിനയായിരിക്കുന്നത്.